അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് ഒരു ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കാം. സോ അതിനായിട്ട് ഞാൻ ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിൽ ഇവിടെ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഞാനൊരു വെർച്വൽ മെഷീനാണ് ഉപയോഗിക്കുന്നത്. വെർച്വൽ മെഷീനകത്ത് വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ഇതിനകത്ത് എങ്ങനെയാണ് ഒരു ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. സോ അതിനായിട്ട് ഞാൻ ഗൂഗിളിനകത്ത് ഗിറ്റ് എന്ന് സെർച്ച് ചെയ്തു. ഗിറ്റ് ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ഗിറ്റിൻ്റെ വെബ്സൈറ്റിലോട്ട് നമുക്ക് റീഡയറക്റ്റ് ആവും. അത് ക്ലിക്ക് ചെയ്യുകയാണ്, റീഡയറക്റ്റ് ആവും. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം ഡൗൺലോഡ്സ് എന്ന് കാണാം. ഈ ഡൗൺലോഡ്സിനകത്ത് മാക് OS, അതുപോലെ തന്നെ വിൻഡോസ്, ലിനക്സ് ഓർ യുനിക്സ്, ഇത്രയും ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും നമുക്ക് വിൻഡോസ് ചൂസ് ചെയ്യാം. സോ അതിന് ശേഷം നമുക്ക് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് എന്ന ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ഇതിൽ ലേറ്റസ്റ്റ് വേർഷൻ 2.45.2 ആണ്. സോ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ഇത് ഡൗൺലോഡ് ആവുന്നുണ്ട്. 65 MB മാത്രമേ ഇതിൻ്റെ ഫയൽ സൈസ് വരുന്നുള്ളൂ. അതിനുശേഷം ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സോ ഞാൻ ഇൻസ്റ്റാൾ കൊടുത്തിട്ടുണ്ട്. യെസ്, അതായത് വിൻഡോസ് സിസ്റ്റത്തിൽ പോപ്പപ്പ് വരും, അതിനകത്ത് യെസ് ക്ലിക്ക് ചെയ്താൽ മതി. സോ അതിന് ശേഷം കുറച്ച് കണ്ടീഷൻസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഗിറ്റിൻ്റെ എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് റീഡ് ചെയ്യാനുണ്ട്. വേണമെങ്കിൽ അത് റീഡ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് നെഗ്ലക്റ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് എൻ്റർ ചെയ്യാം. അതിനുശേഷം നമുക്ക് എവിടെയാണ് ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അത് നമുക്ക് ഏത് പാത്താണ് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫാൾട്ട് പാത്ത് സീക്കകത്ത് പ്രോഗ്രാം ഫയൽസിൽ ഗിറ്റ് ആയിരിക്കും. സോ അത് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. അതിനുശേഷം ഇത് ഡിഫാൾട്ട് ഓപ്ഷനാണ്, ഇതിൽ നിന്നും നമ്മളൊന്നും ചേഞ്ച് ചെയ്യേണ്ടതില്ല. നെക്സ്റ്റ് എൻ്റർ ചെയ്യാം. പിന്നെ വരുന്നത് ഇതിനകത്ത് നമുക്ക് ഓപ്ഷണൽ നെയിമായിട്ട് കൊടുക്കാം. എന്താണ് ഇതിന് പേര് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. സോ ഞാൻ ഗിറ്റ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. സോ ഗിറ്റ് കൊടുക്കാം. പിന്നീട് വരുന്ന ഓരോരോ ക്വസ്റ്റ്യൻസിന് നമ്മൾ നെക്സ്റ്റ് എൻ്റർ ചെയ്ത് പോയാൽ മതി. ഞാൻ എല്ലാം നെക്സ്റ്റ് കൊടുത്തു. ഇത് ഗിറ്റ് തന്നെ പ്രിഫർ ചെയ്യുന്ന ഓപ്ഷൻസാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം നെക്സ്റ്റ് കൊടുത്തു പോയി. സോ അതിന് ശേഷം ലാസ്റ്റിൽ ഇത് എക്സ്ട്രാക്റ്റ് ആയി നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആവും. സോ ഇൻസ്റ്റാൾ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.